ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കങ്ങളിൽ അയയാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പില്ലാതെ മന്ത്രിസഭയിലേക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും. ധനവകുപ്പ് വേണ്ട എന്ന് നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം എന്നാണ് അറിയുന്നത്. ആഭ്യന്തര വകുപ്പ് നൽകാനാകും എന്ന് ഉറപ്പ് നൽകാൻ വി.ഡി. സതീശൻ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇനിയും വിട്ടുവീഴ്ച വേണ്ട എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. അനുനയ നീക്കത്തിനായി കെ.സി. വേണുഗോപാലും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ചെന്നിത്തലയെ കണ്ട് വിഷയം അവതരിപ്പിക്കും. അതിനിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് RSP രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഷിബു ബേബി ജോൺ ഇന്ന് പറഞ്ഞു. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് പോകാം. അനുര അശോകനും ഹാൻസും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനുരു, ഇപ്പോൾ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ വളരെ അത്യാവേശത്തോടെ അത്യാഹ്ലാദത്തോടെ വരികയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവരുടെ സത്യപ്രതിജ്ഞയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പുമായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നാണ് കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെല്ലാം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടാതെ അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നതിന് ലോജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിൽ ആഭ്യന്തര വകുപ്പ് എന്ന പ്രധാനപ്പെട്ട വകുപ്പില്ലാതെ പോയിരിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകും. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുക? വി.ഡി. സതീശൻ അയയുമോ അക്കാര്യത്തിൽ? സനീഷ്, ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഒരു സൈഡിൽ നിന്ന് കുരുക്ക് അഴിക്കാൻ നോക്കുമ്പോഴും മറുവശത്ത് കുരുക്ക് മുറുകുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം ഇന്നലെ AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി ചെന്നിത്തലയെ കണ്ടപ്പോഴും ചെന്നിത്തല ആവശ്യപ്പെട്ടത് 4 കാര്യങ്ങളാണ്. കാരണം താൻ ആഗ്രഹിച്ചത് മുഖ്യമന്ത്രി സ്ഥാനമാണ്, പക്ഷേ നേതൃത്വം അത് പരിഗണിച്ചില്ല. പക്ഷേ ഇനി മന്ത്രിസഭയിലെ രണ്ടാമനാകണമെങ്കിൽ തനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകണം. കൂടാതെ തനിക്കൊപ്പം നിൽക്കുന്നവരെ താൻ പറയുന്ന 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. കൂടാതെ ജോസഫ് വാഴക്കവനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ തനിക്കൊപ്പം നിൽക്കുന്നവരെ പ്രമുഖ ബോർഡ് കോർപ്പറേഷനുകളിൽ സ്ഥാനം ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ദീപദാസ് മുൻഷിക്കും കെ.സി. വേണുഗോപാലിന് മുന്നിലും വെച്ചത്. പക്ഷേ ഇന്നലെ രാത്രി വരെ ഈ പറയുന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി ആ സ്ഥിതി മാറുകയാണ്. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ധനകാര്യ വകുപ്പ് എടുത്തോട്ടെ അല്ലെങ്കിൽ റവന്യൂ എടുത്തോട്ടെ എന്നുള്ള നിലപാടിലേക്ക് വി.ഡി. സതീശൻ മാറിയതോടുകൂടിയാണ് ഇപ്പോൾ ചെന്നിത്തല ഒരിക്കൽ കൂടി സ്വരം കടുപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തരമില്ലെങ്കിൽ ഇനി മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ വേണമെന്നുള്ള നിലപാടിലാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ. കാരണം ചെന്നിത്തല ഒരു വലിയൊരു ഘടകമാണ്, UDFൻ്റെ വലിയൊരു ഘടകമാണ്. അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഇല്ല എങ്കിൽ ഈ ടീം UDF എന്ന് പറയുന്നതിന് കെട്ടുറപ്പിനെ ബാധിക്കും. കൂടാതെ കോൺഗ്രസിലെ അണികൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെന്നിത്തലയ്ക്കുണ്ട്. അത് പ്രവർത്തകർക്കിടയിൽ പോലും വലിയൊരു അമർഷത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ ചെന്നിത്തല ഉറപ്പായും വേണം. ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൽ തട്ടി വെറുതെ ഒരു ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നിലവിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചു വിട്ട UDFനൊരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഘടകകക്ഷികൾ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ സതീശൻ വളരെ കടുംപിടുത്തം തുടരുകയാണ്. എന്തായാലും ആഭ്യന്തരം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ സതീശൻ്റെ ഈ അഭിപ്രായം നേരത്തെ ജ്യോതികുമാർ ചാമക്കാലെ അടക്കം വന്ന് ഇപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിൽ ചർച്ച ചെയ്തിരുന്നു. കെ.സി. വേണുഗോപാലുമായി അൻവർ സാദത്ത് ഇപ്പോൾ ചർച്ച നടത്തിയ ശേഷം കെ.സി. വേണുഗോപാലിൻ്റെ ദൂതുമായിട്ട് അൻവർ സാദത്ത് ഇപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിലുണ്ട്. പക്ഷേ അപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. കാരണം മന്ത്രിസഭയിലെ രണ്ടാമനാവാതെ താനില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം താൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വെറും ഒരു മന്ത്രിയായിരിക്കാൻ തന്നെ കിട്ടില്ല. കാരണം തൻ്റെ 28ാമത്തെ വയസ്സിൽ താൻ കോൺഗ്രസിനെ മന്ത്രിയായ ഒരു വ്യക്തിയാണ്. അപ്പോഴും താൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണ്. പലപ്പോഴും നേതൃത്വം തന്നെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷം തനിക്കുണ്ടായിട്ട് പോലും തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെയാണ് നേതൃത്വം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് വി.ഡി. സതീശനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്ന് പോലും താൻ ഒരു വാക്ക് പോലും എതിർത്ത് നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതനുസരിച്ച് പോരുകയായിരുന്നു. ഇപ്പോൾ പോലും തൻ്റെ സീനിയോറിറ്റി പോലും പരിഗണിക്കാതെയാണ്, തനിക്കിനി ഒരു അവസരം പോലും ഇല്ലെന്നറിഞ്ഞിട്ടാണ് നേതൃത്വം ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തത്. അപ്പോഴും താൻ ഇപ്പോൾ കെ.സി. പക്ഷവും വി.ഡി. പക്ഷവും തെരുവിലേക്ക് ആളെ ഇറക്കുകയും ഫ്ലെക്സ് യുദ്ധം നടത്തുകയും ചെയ്തപ്പോഴും താൻ ഒരാളെ പോലും തെരുവിലേക്ക് പറഞ്ഞു വിട്ടില്ല. തൻ്റെ ഒരു ഫ്ലെക്സ് പോലും നിരത്തിൽ വെച്ചിട്ടില്ല. അപ്പോഴും താൻ പാർട്ടിക്ക് അതീതനായി നല്ലൊരു പ്രവർത്തകനായി അച്ചടക്കമുള്ള പ്രവർത്തകനായി നിന്നു. അപ്പോഴും അതൊന്നും കണക്കാക്കാതെയാണ് നേതൃത്വം മുന്നോട്ട് പോയത്. ഇനിയും തന്നെ താഴ്ത്താനാണ് നിൽക്കുന്നതെങ്കിൽ അതിന് താൻ വഴങ്ങിക്കൊടുക്കില്ല. അതാണ് ഉറച്ച നിലപാടാണ് അദ്ദേഹത്തിന്. ഞാൻ തിരിച്ചു വരാം അനുരു താങ്കളിലേക്ക്. ചെന്നിത്തല അങ്ങേയറ്റം കടുത്ത അതിർത്തിയിലാണ്. അതായത് മുഖ്യമന്ത്രി പദവിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ
ആഭ്യന്തര വകുപ്പ് കൂടെ നൽകാനാകില്ല എന്നത് അങ്ങേയറ്റത്തെ അപമാനകരമായ സാഹചര്യമായിട്ട് രമേശ് ചെന്നിത്തല കാണുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം നിൽക്കുകയാണ്. ഇപ്പോൾ ഹാൻസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഹാൻസ്, RSPയുടെ പിന്തുണ എന്ന് വെച്ചാൽ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണകരമായിട്ട് വരുന്നൊരു കാര്യമാകുമല്ലോ. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് നൽകണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹം മുൻകാലത്ത് UDF സർക്കാരിൽ, അതും 10 വർഷം മുമ്പുള്ള UDF സർക്കാരിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് എന്നതുമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന് അർഹനാണ് എന്ന നിലപാട് തന്നെയും RSPക്ക് ഉണ്ടാകും അല്ലേ? തീർച്ചയായും പരീക്ഷ, കാരണം സീനിയോറിറ്റി ഉള്ള നേതാവാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം ലഭിക്കണമെന്നുള്ള സൂചന തന്നെയാണ് RSP നൽകുന്നത്. കാരണം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തും എന്ന് പറയുമ്പോഴാണ് RSPയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാവുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്ന നിലപാടിലാണ് RSP ഉള്ളത്. ഞങ്ങളെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകണമെന്നാണ് ഷിബു ബേബി ജോൺ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിഷമം മാറ്റിവെച്ച് തോളോട് തോൾ ചേർന്ന്. ഒരു നിമിഷം ഹാൻസ്, ഞാൻ തിരിച്ചു വരാം. ഒറ്റ നിമിഷം ഹാൻസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഷിബു ബേബി ജോൺ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിലുണ്ട്, ബൈറ്റ് അതിലേക്ക്. ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമല്ലേ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നേതാവായപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് ഒരു പുള്ളിക്ക് അവകാശപ്പെട്ടതെന്ന് പുള്ളിക്ക് തോന്നലുണ്ടായാൽ തെറ്റൊന്നുമില്ല. അന്നേരം അതിൻ്റെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അതിൽ വിഷമം ഉണ്ടാകും, നിരാശയുണ്ടാകും, പ്രതീക്ഷിക്കാത്ത തീരുമാനം വരുമ്പോൾ ഉണ്ടാകും. പിന്നെ അദ്ദേഹം എന്നും ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ വിഷമമൊക്കെ മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങളെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം മന്ത്രിസഭ അതാണ്, അദ്ദേഹത്തിന് സംശയമില്ല. എന്തായാലും അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ. ഹാൻസ്, തുടരാം. സനീഷ്, ഇപ്പോൾ ഷിബുയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. കാരണം മന്ത്രിസഭയിൽ അദ്ദേഹവും വേണം എന്നുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ് RSP. കാരണം RSPക്ക് ഇപ്പോൾ 4 MLA-മാരുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏത് വകുപ്പ് വേണം എന്നതടക്കമുള്ള ചർച്ചകളിലേക്ക് RSP കടന്നിട്ടുണ്ട്. ഇന്ന് RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് നേതൃത്വം അറിയിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണയാണ്. കാരണം അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവുമായി. അപ്പോൾ ഒരു പ്രധാന ഘടകകക്ഷി തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി അദ്ദേഹം മന്ത്രിസഭയിൽ വേണം എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. സനീഷ്, ശരി, നന്ദി ഹാൻസ്. വിവരങ്ങൾക്ക് അനുരു അശോകൻ തുടരുന്നുണ്ട്. അനുരു, ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പര്യവസാനം? അതായത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല, പക്ഷേ ഇത്രക്ക് വലിയ ഗംഭീരമായിട്ടുള്ള വിജയമുണ്ടാക്കിയിട്ട് ഇങ്ങനെ നല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെയും വലിയ ഒരളവോളം ഈ പൊതുസമൂഹത്തിൻ്റെ ഭൂരിപക്ഷ പിന്തുണയും ജനപ്രിയതയും ഒക്കെ വന്നിട്ട് അതുമായിട്ട് വന്ന് ഭരിക്കാനിരിക്കുന്ന VD സതീശന് ആഭ്യന്തര വകുപ്പ് പോലെ അങ്ങേയറ്റം പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിൻ്റെ കൈവശത്തേക്ക് വരില്ല എന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് സങ്കല്പിക്കാനാകുന്നുണ്ടാകില്ല. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച? സനീഷ്, ഇപ്പോൾ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയ പ്രകാരം KC വേണുഗോപാലും ചെന്നിത്തലയുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരിട്ടെത്തുന്നില്ല എങ്കിൽ പോലും, വീട്ടിലേക്ക് നേരിട്ടെത്തുന്നില്ല എങ്കിൽ പോലും ഫോൺ മുഖാന്തരവും ദൂതന്മാർ വഴിയും കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. നിരന്തരം കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കമാൻഡ് വളരെ ഗൗരവപൂർവ്വമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനൊപ്പമായിരുന്നു ഘടകകക്ഷികളെങ്കിൽ ഇപ്പോൾ ആ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കാരണം ഇപ്പോൾ ഘടകകക്ഷികളുള്ളത് ചെന്നിത്തലയ്ക്കൊപ്പമാണ്. കാരണം ഘടകകക്ഷി ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഉറപ്പിച്ച് പറയുന്നു ചെന്നിത്തലയുടെ ആവശ്യം ന്യായമാണ്. കാരണം സതീശനൊപ്പം, അല്ലെങ്കിൽ സതീശനേക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് സീനിയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അദ്ദേഹത്തെ പോലൊരു നേതാവിനെ തഴയാൻ പാടില്ല. ഉറപ്പായും അദ്ദേഹം UDF മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ വികാരം, ഘടകകക്ഷികളുടെ വികാരം എന്നൊക്കെ പറയുന്നത്. അതേസമയം സതീശനെ സംബന്ധിച്ചിട്ട് സതീശനും ആഗ്രഹമുണ്ട് ചെന്നിത്തല തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. സനീഷ്, ശരി, നന്ദി. എന്തായാലും ഒരു വിവരങ്ങൾക്കൊപ്പം ഹാൻസിനും നന്ദി. എന്തായാലും രമേശ് ചെന്നിത്തല
മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചാ വിഷയം. രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയും ആകാൻ അർഹതയുള്ള കോൺഗ്രസിൻ്റെ നേതാവ്. കഴിഞ്ഞ തവണ ഈ കോവിഡ് അനന്തരമുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം കിട്ടി. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യദോഷമാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെയും അർഹതയുള്ള രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ തനിക്ക് ആഭ്യന്തര വകുപ്പെങ്കിലും 10 വർഷം മുമ്പ് താൻ കൈവശം വെച്ചിരുന്ന ആഭ്യന്തര വകുപ്പെങ്കിലും വേണം എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം ന്യായമായിട്ടുള്ളതാണ്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് പൊതുസമൂഹത്തിന് തോന്നുക. പക്ഷേ മറ്റൊരു വിഷയം പരിശോധിച്ചാൽ, മറ്റൊരു ആംഗിളിൽ നിന്ന് പരിശോധിച്ചാൽ VD സതീശൻ അങ്ങേയറ്റം വലിയ ജനപ്രിയ പിന്തുണയുമായിട്ട് വന്നിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. സാധാരണഗതിയിൽ ഭരണത്തിലെ മുഖ്യമന്ത്രി പദവി എന്നത് ആഭ്യന്തര വകുപ്പ് കൂടെ പോലീസ് വകുപ്പ് കൂടെ കൈവശം വെക്കുന്നതിലപ്പോഴാണ് സമ്പൂർണ്ണമാവുക എന്ന കാര്യമാണ് പൊതുവിൽ രാഷ്ട്രീയ രംഗത്താകെ തന്നെ രാജ്യത്തെമ്പാടും തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിന്മേലുള്ള അവകാശവാദവും തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു വിഷയവൃത്തത്തെ എങ്ങനെയാണ് UDF പരിഹരിക്കുക, കോൺഗ്രസ് പരിഹരിക്കുക എന്നതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുമായിട്ട് അതിനുവേണ്ടി ചർച്ച നടത്തുന്നുണ്ട്.